അമ്മ ക്ലീറ്റ വന്നിട്ടുണ്ടോന്ന് ഒന്ന് നോക്കിയമ്മേ. ഓ അവ ഇപ്പൊ വരും വരുന്ന നോക്കാം. ഇങ്ങോട്ടല്ലേ വരുന്നത് നോക്കുന്നത്. ഞാനൊന്ന് കൈ കഴുകിയിട്ട് വരട്ടെ. വാ വാ. അല്ല എന്തിനാ പ്ലേറ്റ്? പിസ്ത കഴിക്കാൻ. അല്ല അത് ഇപ്പോഴേ നിർത്തണോ? അവ ഇങ്ങോട്ട് വരട്ടെ. അമ്മ പിസ്ത കഴിക്കാൻ പ്ലേറ്റ് ഒന്നും വേണ്ട, പിന്നെ കയ്യിൽ വെച്ച് കഴിച്ചാ മതി. പോയേ പിന്നെ കയ്യിൽ വെച്ച് കഴിച്ചാൽ മതി. പിസ്ത പ്ലേറ്റ് അല്ലാതെ പിന്നെ കയ്യിൽ വെച്ച് കഴിക്കണ എങ്ങനെയാ? നിലത്തെ കവിയൂലേ? അമ്മ പിസ്ത മറ്റേ കാഷ്നട്ട് പോലൊരു സാധനാ. ക്യാഷ് നട്ടാ അതൊന്ന് നിനക്ക് എന്തറിഞ്ഞിട്ട് എന്നോട് രാഗി പറഞ്ഞതാണ്. കാഷ്യൂനട്ട് പോലത്തെ സാധനം അല്ല. കാഷ്യൂനട്ട് എന്ന് പറഞ്ഞ അണ്ടിപ്പരിപ്പ്. പിസ്തയുടെ മോളിലാണ് ആ സാധനമൊക്കെ ഇരിക്കുന്നത്. അമ്മ അതിന്റെ മണ്ടയിലുള്ള കവറിങ് ആണ്, അത് കഴിക്കാൻ വെക്കൂല. ഇവിടെ വർത്താനം കേട്ട് ഇവർക്ക് എല്ലാം അറിയാന്നുള്ളൊരു ഭാവമായിട്ടമ്മേ. അവളെ കൂടുതലൊന്നും പഠിപ്പിക്കേണ്ട. അവള് ലോകം അമ്മ അതിന്റെ അകത്തുള്ള ഒരു സാധനം അകത്താണെങ്കിൽ നീ തിന്നണ്ട. നീ അന്നേരം എന്നോട് പ്ലേറ്റ് എനിക്ക് വേണ്ട പ്ലേറ്റ്. എന്തായാലും ഇവിടെയൊക്കെ വാരി മുടിച്ചിട്ടേ പാത്രത്തിൽ തന്നെ കിടന്നോളൂ. പിന്നല്ലാതെ പാത്രത്തിൽ നല്ല സമാധാനമായിട്ട് എടുത്ത് കഴിക്കാമല്ലോ. എനിക്ക് വയ്യ. ഇനി ഷർട്ട് തയ്ച്ച് കിട്ടിയിട്ടുണ്ടാവൂലേ? ചിലപ്പോ പാർട്ടി ഓഫീസിൽ കയറി ഇരുന്ന് വർത്താനം പറഞ്ഞോണ്ടിരിക്കുകയായിരുന്നു. ഞാൻ കൊല്ലും ആ മനുഷ്യനെ. പാർട്ടി ഓഫീസിൽ കയറി ഇരുന്ന് ഇനി ആ നടരാജനെയും അൻസാറിനെയൊക്കെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വരാൻ വേണ്ടിട്ട് ഇങ്ങോട്ട് വരട്ടെ. അമ്മ ഈ പിസ്ത നല്ല പിസ്ത വാങ്ങണമെങ്കിൽ നല്ല ടൗണിലൊക്കെ പോയി വലിയ കടയിൽ കയറണം. അതിന്റെ സമയമൊക്കെ എടുക്കും, പെട്ടെന്ന് കിട്ടും. അതൊക്കെ എനിക്കറിയാം, പെട്ടെന്നൊക്കെ കിട്ടും. ഞാനൊക്കെ പോയാൽ കിട്ടും. എന്നോ അയ്യോ അത് ക്ലീറ്റ അല്ല. ഇങ്ങനെ ഒരു സ്വഭാവം ഉണ്ട്. മനുഷ്യനെ ഇങ്ങനെ കൊതിപ്പിക്കും വിഷമിപ്പിക്കും. അവന്റെ ഒരു സ്വഭാവം തന്നെയാണ് മനുഷ്യനെ മെനക്കെടുത്താനായിട്ട്. ഫോൺ പിന്നെ വിളിച്ചാൽ എടുക്കൂലല്ലോ. ഒരാവശ്യം ഉണ്ടെങ്കിൽ എന്തായാലും എടുക്കൂല. വേഗം വാ. എത്ര നേരം നോക്കിയിരിക്കണത്? ആ ആ ആ ഇവിടെ എത്തിന്ന്, ഗേറ്റിന്റെ അവിടെ എത്തിന്ന്. അയ്യോ നിനക്ക് പ്ലേറ്റ് ഇല്ല കേട്ടാ. അയ്യോ എനിക്ക് പ്ലേറ്റ് വേണ്ട, കയ്യിൽ വെച്ചില്ല. അല്ല നിനക്ക് വേണ്ടെന്ന് പറഞ്ഞതാ നീ. ഞാൻ തിന്നും. തിന്നോ? അത് അണ്ടിപ്പരിപ്പ് തന്നെ, അതേപോലത്തെ സാധനം. അമ്മ പിസ്ത വന്നു കള്ളനെ പോലെ പിസ്ത തിന്നിട്ടൊരു മകടുത്ത. എന്റെ പൊന്നോ, ഇതിലെ ഏറ്റവും നല്ല പിസ്ത അമേരിക്കൻ പിസ്തയാണെന്ന് എൻ്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞു. അങ്ങനെ അത് തിരക്കി എല്ലാ ബേക്കറിയിലും കയറി ഇറങ്ങി. പക്ഷെ ഒരിടത്തും കിട്ടിയില്ല. പിന്നെ ഇന്ത്യൻ്റെ ആണ് ഇത്. ആ ബേക്കറി അവരുടെ സ്വന്തം ഇതിൽ നിന്ന് കിട്ടണമെന്നാണ് പറഞ്ഞത്. ഷർട്ട് തയ്ക്കാൻ പോയോ മറ്റോ എവിടെ പോയോന്ന് ഓർത്ത് കുറെ സമയം അവിടെ പോയി. ചെന്നപ്പോ അല്ലേ വെട്ടിയില്ല. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ തയ്യക്കാരെ കാര്യം എനിക്ക് അറിയാവുന്നോണ്ടല്ലേ ഞാൻ പറഞ്ഞത്. പിന്നെ ഇത് പരിചയത്തിന്റെ പുറത്ത് എനിക്ക് ഒരു 50 രൂപ കുറച്ച് തന്നു കേട്ടോ. അപ്പൊ ബാക്കി പൈസ ബാക്കി പൈസ പിന്നെ തയ്യക്കടയിൽ കൊടുത്തു. ഇതിപ്പോ 250 രൂപ 200 രൂപ ഷർട്ട് തയ്ക്കാൻ കൊടുത്തു. ഒരു 50 രൂപ കൂടെ ഞാൻ തയ്യക്കടയിൽ കൊടുത്തു. അടുത്തെടുക്കുന്ന ഷർട്ടിന്റെ തയ്ക്കാനും കൂടെ അവിടെ കൊടുത്തു. അഡ്വാൻസ് കൊടുത്തിട്ടു. 1 2 3 സ്റ്റാർട്ട്. തിരക്ക് 1 2 3 സ്റ്റാർട്ട്. പെട്ടെന്ന് തുറന്നു. ഇതല്ല പിസ്ത. ഇതല്ല പിസ്ത. മണ്ണും പുണ്ണാക്കോടെ സംസാരിക്കണേ. രാഗി എന്നോട് പറഞ്ഞല്ലേ ഇങ്ങനെയല്ല പിസ്ത ഇരിക്കുന്നത്. ഞാന് പല പറഞ്ഞ ബേക്കറി കണ്ട ബേക്കറികളെല്ലാം കേറി ഇറങ്ങിയിട്ട് സാധനം കപ്പലണ്ടി പോലത്തെ സാധനം എനിക്ക് എന്തിനാ? നിനക്കറിയാമോ നീ ഉദ്ദേശിക്കുന്ന പിസ്ത എങ്ങനെ ഇരിക്കുന്നു പറഞ്ഞു? ഞാൻ ഉദ്ദേശിക്കുന്നതല്ല. പിസ്ത ഇരിക്കുന്നത് ഈ അപ്പം പോലെ അല്ലെങ്കിൽ ദോശ പോലെയൊക്കെ ഇരിക്കും. നിർത്ത്. ഇപ്പൊ തന്നെ 2 അഭിപ്രായം. അപ്പം പോലെ ദോശ പോലെ. ഇതിലേതാണെന്ന് ആദ്യം തീരുമാനിക്കുക. പറ. കേക്കില്ലേ, കേക്ക് പോലെ പരന്നിങ്ങനെ അവിടുന്ന് പോയി അപ്പമായി ദോശയായി കേക്കായി. എടി ഒന്നും അറിഞ്ഞൂടാത്തല്ല ക്ലീറ്റ് അങ്ങനെ ഇരിക്കും. എന്നിട്ട് അതിന്റെ മുകളില് കുറെ പച്ചക്കറിയും ഇറച്ചിയും മറ്റേ കളറുള്ള ചുമന്നും പച്ചയൊക്കെ മുളകുണ്ടല്ലോ അതൊക്കെ ഇട്ട് ഈ കശുവണ്ടിയൊക്കെ ഇട്ട് വെച്ചേക്കണതാണ്. പശ പോലെ ഒരു സാധനം ഉണ്ട്. അതിനകത്ത് മുറിക്കുമ്പോ ഇങ്ങനെ പശ പോലെ പൊങ്ങി വരുന്ന ഞാൻ അതിന് പിസ്ത എന്നാണ് പറയല്. ഇപ്പൊ പിസ്തയും പിസയും തമ്മിൽ എന്താ ഒരക്ഷരത്തിന്റെ വ്യത്യാസമല്ലേ ഉള്ളൂ. ഇനിയിപ്പോ കപ്പലിന്റെ പിണ്ണാക്കും ചായയും ചാരായമായിട്ടേ 1-2 അക്ഷരത്തിന്റെ വ്യത്യാസമുള്ളൂ. എന്നിട്ട് രണ്ടും കുടിച്ച 2 രീതിയാ. അതറിയാവോ? എനിക്ക് പിസ്ത വേണം. പിസ്തയാണ് ഈ ഇരിക്കണത്. വേണമെങ്കിൽ എടുത്ത് തിന്നോണം. എന്റെ പൊന്നെ ക്ലീറ്റസ്, ഇത് പിത്തേയും കിത്തേന്നും അല്ല. പണ്ട് ഹബീൽദാർ എനിക്ക് ഇഷ്ടം പോലെ തുടങ്ങി അമ്മ ഒന്ന് നിർത്തുവോ? ഇത് വേണമെങ്കിൽ തിന്നണം. ഇല്ല എപ്പോ എടുത്ത് ഞാൻ കഴിയമ്മ.
കഷ്ടമാണ് നോക്കണേ. മേടിക്കാൻ പോ. അതെ, പോയി വാങ്ങിച്ചോണ്ട് ആ സാധനമൊക്കെ വാങ്ങണമെങ്കിൽ 1-2 രൂപ കൊടുത്താൽ പോലെ 10,000 രൂപ ചെലവാകും. പിന്നല്ലാതെ ആദ്യമേ എന്താന്ന് പൈസ ഒരു പൈസ ഞാൻ തരത്തില്ലല്ലോ. അയ്യോ 10-500 രൂപ കൊണ്ട് പോയിട്ട് പിത്തായും കൊണ്ട് വന്നിരിക്കുന്നു. അന്നൊരു വാങ്ങിച്ച ഗ്ലീറ്റ് ഇത് മാറി എടുത്തുണ്ടോ ഗ്ലീറ്റോ? അയ്യോ, നമ്മൾ ജവളിക്കടയിൽ നിന്ന് തുണിയല്ലേ വാങ്ങിച്ചോണ്ട് വെച്ചേക്കണത്. ഇപ്പൊ കൊണ്ട് മാറി എടുക്കാം, അളവ് ശരിയാവില്ല എന്ന് പറഞ്ഞു. Same boy. എടി കഴുത, ഇതൊക്കെ അവര് പാക്ക് ചെയ്ത് ബില്ലടിച്ച സാധനമാണ്. ഇനി ഒന്ന് മാറ്റി തരുമൊന്നുമില്ല, വേണമെങ്കിൽ തിന്നു നീ. ഇത് നല്ലതാ, കഴിച്ചു നോക്ക്. ആ, അല്ല പിന്നെ ഇതിനൊരു കുഴപ്പമില്ല, നല്ല സാധനമാണ്. ഞാനേ തിന്നത്. എനിക്ക് വേണ്ട ഈ ഉണക്ക കപ്പലണ്ടി. അയ്യോ, ഇത് 20 രൂപ എടുത്തിട്ടുണ്ടെങ്കിൽ ഇതാ കടയിൽ നിന്ന് കിട്ടുമല്ലോ. പിന്നെ 20 രൂപ വെച്ചേക്കണേ നിന്റെ അവിടെ ബേക്കറി ഇട്ടേക്കണത് എന്റെ അടുത്ത അഭിലാരൊന്നുമല്ല. ഡാഡി എങ്കിൽ പിന്നെ വാങ്ങിച്ചോടെ. എന്തിന്? അപ്പോൾ നീ കളിക്കാൻ നീ പോ, നീ വേണം എടുത്ത് കഴിക്കും, നല്ല സാധനം. Alien versus Alien.